ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അച്ചൂസ് ഡിസൈൻ. ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു എംബ്രോയ്ഡറി ബീഡ്സ് ഡിസൈനാണ് ചെയ്യുന്നത്. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ബ്ലാക്ക് കളറിലെ ജോർജറ്റിൻ്റെ ഫാബ്രിക് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കുറച്ച് കട്ട് ബീഡ്സ് മാത്രം മതി. ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സ് ആണ് കേട്ടോ, ഗോൾഡൻ ബീഡ്സ് ആണ്. അപ്പോൾ ഈ ഒരു കട്ട് ബീഡ്സ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യോക്ക് ഡിസൈൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പാറ്റേണിൻ്റെ ഡിസൈൻ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നമ്മൾ നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്ത് നെക്കിൻ്റെ അവിടെ കുറേ ലീഫും സ്റ്റെമ്മും ഒക്കെ കണ്ടോ. അപ്പോൾ അതൊരു 1/2 ഇഞ്ചിൽ അത് നെക്ക് മാർക്ക് ചെയ്തിട്ട് താഴേക്ക് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതേപോലെ നമ്മൾ സ്റ്റെമ്മ് വരച്ച് കൊടുക്കുക. സ്റ്റെമ്മ് വരച്ച് കൊടുക്കുമ്പോൾ ജസ്റ്റ് കർവ് ഷേപ്പിൽ ഇങ്ങനെ വളഞ്ഞ് നമ്മൾ ചെയ്യില്ലേ, അതേപോലെ വളച്ച് നമ്മൾ വരച്ച് താഴേക്ക് കൊണ്ടുവരിക. അപ്പോൾ യോക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 14 ആണ്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, യോക്കിൻ്റെ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് യോക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 14 ആണ്. അപ്പോൾ 14 വന്നിട്ട് നിങ്ങളിത് ഇതേപോലെ ലീഫ് 2 സൈഡിൽ നിന്ന് ലീഫ് വന്നിട്ട് താഴെ യോക്കിൻ്റെ പോർഷനിലേക്ക് 2 സൈഡിലേക്കും സ്പ്ലിറ്റ് ചെയ്ത് പോയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കുണ്ടാവും മുകളിൽ നിന്ന് താഴേക്ക് വന്നിട്ട് ഒരു ലെഫ്റ്റിലേക്കും സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്, റൈറ്റിലേക്കും പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് യോക്കിൻ്റെ ഡിസൈനിൽ വരുന്നത്. അതേപോലെ അകത്ത് കണ്ടോ കുഞ്ഞു കുഞ്ഞു കുത്തുകൾ കൊടുത്തിരിക്കുന്നുണ്ടോ, ഡോട്ട്സുകൾ. അപ്പോൾ അവിടെ ബീഡ്സ് ആണ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ കട്ട് ബീഡ്സ് കൊടുക്കാം, അല്ലെങ്കിൽ റൗണ്ട് ബീഡ് ഒടിച്ചു കൊടുക്കാം. അപ്പോൾ ഏത് ബീഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറിലെ മെറ്റീരിയൽ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് കളറിലെ മെറ്റീരിയലാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കിത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണേ നമുക്കൊന്ന് നോക്കാം. ഞാൻ എന്താ മെറ്റീരിയലിലേക്ക് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വരച്ച് കൊടുത്തിട്ട് ഇതാ കണ്ടോ, സ്റ്റെം ഇതാ ഇതേപോലെയാണ് വരച്ചു കൊടുക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ വളച്ച് നമ്മൾ ചെയ്യില്ലേ, അതേപോലെ ഇങ്ങനെ വളച്ച് കൊണ്ടുവരിക. പിന്നെ 2 സൈഡിലേക്കും ഇതേപോലെ ലീഫുകളൊന്ന് ജസ്റ്റ് വരച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇത്രയും ഗ്യാപ്പിൽ ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. കാരണം നമ്മൾ ലീഫ് ബീഡ്സ് വർക്ക് ചെയ്യുമ്പോൾ എല്ലാം കൂടി ഇങ്ങനെ മുട്ടിക്കിടക്കരുത്, ലീഫുകളെല്ലാം കൂടി ഇങ്ങനെ മുട്ടിച്ചേർന്ന് കിടക്കരുത്. അതിന് വേണ്ടിയിട്ട് ഇത്രയും ഗ്യാപ്പിൽ നമ്മൾ ലീഫുകൾ വരച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതിങ്ങനെ യോക്കിൻ്റെ പോർഷനിലേക്കാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ നമുക്ക് വരുന്നത്. ഇനിയിപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് ആദ്യം ആ സ്റ്റെമ്മെല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം സ്റ്റെമ്മെല്ലാം ചെയ്ത് കൊടുത്തിട്ട് വേണം ലീഫുകൾ ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ എന്താ ഇവിടെ ഒന്ന് ലോക്കിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും ബീഡ്സ് വർക്ക് ചെയ്താലും നമ്മൾ മാക്സിമം നമ്മൾ ലോക്കിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 2, 3, 4 ലോക്കിട്ട് നിങ്ങൾ കൊടുക്കുക. എത്രയും ലോക്കിടാമോ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ലോക്കിട്ട് കൊടുത്തിട്ട് ആദ്യം ഒരു ബീഡ് ഫിക്സ് ചെയ്തു. അതിന് തൊട്ട് താഴെ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് ഒരു ബീഡ് കൂടെ ഫിക്സ് ചെയ്തു. വീണ്ടും ഫ്രണ്ടിലേക്ക് ത്രെഡ് എടുത്തു, ബാക്കിലേക്ക് വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഓരോ ബീഡായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇതേപോലെ അടുക്കോടുകൂടി നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ബീഡ്സ് ഇങ്ങനെ വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. നോർമൽ നീഡിലാണെങ്കിലും ആര്യ നീഡിലാണെങ്കിലും സ്റ്റെമ്മുകൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ നമ്മുടെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. നിങ്ങൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ പറയുക, നമ്മുടെ ഓൾ ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ, ബെല്ലൈക്കണിൽ. എന്നിട്ട് ഇതാ നമ്മൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള നമ്മുടെ ഒരു സ്റ്റെമ്മുകൾ നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ലീഫ് ചെയ്യാനായിട്ട് ഒരു 3 to 4 ബീഡ്സ് നമ്മൾ എടുത്തിട്ട് മുകളിലേക്ക് ആ ലീഫ് ചരിച്ചല്ലേ നമ്മൾ വരച്ചേക്കണേ. അപ്പോൾ അതിലേക്ക് അങ്ങനെ ഒരു ചരിച്ച് നമ്മളൊരു ആ ഒരു ബീഡ്സ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്തത് ഒരു 3 to 4 ബീഡ്സ് എടുക്കുക. അതും ഇതേപോലെ ചരിച്ച് കൊണ്ടുവരിക. പിന്നെ അടുത്തതും നമ്മളങ്ങനെ എടുക്കുക. അപ്പോൾ അങ്ങനെ ലീഫ് നമുക്കങ്ങനെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. കണ്ടോ, ഇതേപോലെ നമുക്ക് 2 സൈഡിലേക്കും ലീഫുകൾ നമുക്ക് ചെയ്ത് കൊടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒറ്റ ദിവസം കൊണ്ട് മതി. ഒരു 4 to 5 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ഔട്ട്ലുക്ക് വരുന്നത്. അപ്പോൾ അതേപോലെ ചെസ്റ്റിൻ്റെ പോർഷനിൽ ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. റൗണ്ട് ബീഡോ അല്ലെങ്കിൽ കട്ട് ബീഡ്സ് എന്തായാലും മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുള്ളായെന്നും ഇഷ്ടമായെന്നും കരുതുന്നു. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്